എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ പരസ്യ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. CPM ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. വിവിധ മണ്ഡലങ്ങളിൽ CPM സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. നേമത്ത് നിന്ന് ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിനൊപ്പം എനിക്ക് തോന്നുന്നു അവിടെ വി ശിവൻകുട്ടിയുടെ റോഡ് ഷോയിലാണ് ഇപ്പോൾ ജിബിൻ JB ഉള്ളതെന്നാണ്. ജിബിൻ, ഇതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കൃത്യമായ ആസൂത്രണം ഈ ഇലക്ഷൻ പ്രചാരണത്തിൽ CPM നടത്താറുണ്ട്. അതിൽ കൃത്യമായി ഇത്തവണയും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രഖ്യാപനം വരുന്നു, അതിന് പിന്നാലെ തന്നെ റോഡ് ഷോ അടക്കമുള്ള പ്രചാരണങ്ങളിലേക്ക് കടക്കുന്നു CPM എന്നുള്ളതാണ്. ഇപ്പോൾ എവിടെയാണ് റോഡ് ഷോ എത്തിയിരിക്കുന്നത്? ആരൊക്കെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്? ജിബിൻ. പ്രജിൻ, അത് തന്നെയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 10 മിനിറ്റിനകത്ത് തന്നെ CPM അവരുടെ LDF അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി, നേമത്തെ LDF സ്ഥാനാർത്ഥി മന്ത്രി വി ശിവൻകുട്ടിയുടെ റോഡ് ഷോയ്ക്കിടയിലാണ്. മന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ പാച്ചല്ലൂർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. അടുത്തെത്തുന്ന പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്, അതായത് തിരുവല്ലം എന്ന് പറയുന്നത്. ഈ വാഹന പ്രചരണ ജാഥ എന്ന് കാരണം നിയമമണ്ഡലമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട പോരാട്ടത്തിന് ഇറങ്ങുന്നു. അദ്ദേഹത്തെ നേരിടാൻ സിറ്റിംഗ് MLA കൂടിയായ മന്ത്രി വി ശിവൻകുട്ടിയാണ് നേമത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഈ പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തകരെല്ലാം തന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. ചേട്ടാ, ഈ ഒരു വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിലവിൽ? 100% ഇവിടെ നേമത്തെ വിജയം പ്രതീക്ഷിക്കുന്നത് 100%. കാരണം ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് ഒരു പോരാട്ടത്തിന് ഇറങ്ങണം. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ സിറ്റിംഗ് MLA കൂടിയായ മന്ത്രിക്ക് സാധിക്കും. BJPയുടെ അക്കൗണ്ടൊക്കെ നേരത്തെ പൂട്ടിച്ചതാണ് നേമത്തുകാർ. ഇപ്പോഴും അഴിമതി ആരോപണം കാര്യങ്ങളായിട്ടാണ് BJP നടക്കുന്നത് പുതുക്കിയ കോർപ്പറേഷനിൽ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ജനം ഉൾക്കൊണ്ടുകൊണ്ട് നേമത്ത് നമ്മൾ വിജയിക്കും. നമ്മൾ LDF തന്നെയാണ് ഇവിടെ 100% സീറ്റ് വിജയിച്ച് വരുന്നത്. അതന്നെ ഈ പ്രവർത്തകർ, LDFന്റെ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നേമത്ത് BJP അവരുടെ അക്കൗണ്ട് വീണ്ടും തുറക്കുമെന്ന് പറയുമ്പോഴും, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, നിയമമണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വിചാരണ സദസ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ അപ്പോൾ അതിനെല്ലാം മന്ത്രി വി ശിവൻകുട്ടി കാണുക. കാരണം ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനോട് നേരിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണോ എന്ന മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിക്കണം. വി ശിവൻകുട്ടി അതിന് തയ്യാറാണ് എന്നാണ് വി ശിവൻകുട്ടി. അതായത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് മുൻകൂട്ടി വെച്ചുകൊണ്ട്, അതും ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് അദ്ദേഹം നോക്കുന്നത്. അത് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വമ്പിച്ച സ്വീകരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പ്രജിത്ത്, നേമത്തുനിന്ന് ജിബിൻ JB ആണ് റോഡ് ഷോയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.